പ്രിയപ്പെട്ടവരെ, ജമാദുൽ ആഖിർ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ മഗ്‌രിബോടെ കയറി വരുന്നത്. ഈ വെള്ളിയാഴ്ച രാവിൽ ഒരുപാട് സ്വലാത്തുകളുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്വലാത്ത് നൂറുൽ അൻവാർ, പ്രകാശങ്ങളുടെ പ്രകാശമായ പുണ്യനബിക്ക് കൊടുക്കുന്ന സ്വലാത്താണ്. ഈ സ്വലാത്ത് എവിടെയാണോ ചൊല്ലുന്നത്, ആരാണോ ചൊല്ലുന്നത്, അവർ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും 100 വെളിച്ചമുണ്ടാകും. അവിടെ ശരീരത്ത് രോഗങ്ങളുണ്ടെങ്കിൽ പുറത്തു പോകും, ശരീരത്തിൽ നൂറുണ്ടാവും, കുടുംബത്തിൽ നൂറുണ്ടാവും, വാഹനത്തിൽ നൂറുണ്ടാവും, വീട്ടിൽ നൂറുണ്ടാവും, ജോലി സ്ഥലത്ത് നൂറുണ്ടാവും. എവിടെയാണോ ചൊല്ലുന്നത്, ആരാണോ ചൊല്ലുന്നവർക്ക് മുഴുവനും നൂർ അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും പ്രഗത്ഭമായ ഒരു സ്വലാത്താണ്. ഈ സ്വലാത്തിന് വേറെയും എമ്പാടും കൂലിയുണ്ട്. ഈ സ്വലാത്ത് രാത്രിയിൽ ഒരു പ്രത്യേക നേരം മഹാന്മാർ പറയുന്നുണ്ട്. ആ നേരത്തെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ, പിരീഡിന്റെ സമയത്തുള്ള ഒന്നുമാർക്കും ധൈര്യമായിട്ട് ചൊല്ലാട്ടോ, അങ്ങനെ ചൊല്ലിയാൽ പിറ്റേ ദിവസം നേരം വെളുക്കുന്നതിന് മുമ്പ് 2-3 ദിവസം കഴിയൊന്നും വേണ്ട, നേരം വെളുക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ അതിന്റെ അത്ഭുതം എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ പറ്റും. അത്രയേറെ ഉറപ്പുള്ള സ്വലാത്താണ്, മഹത്വമുള്ള സ്വലാത്താണ്. ആ സ്വലാത്ത് ഏതാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ചൊല്ലേണ്ടത്, ഈ സ്വലാത്തുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റു അമലുകൾ എന്തൊക്കെയാണ്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാർ ഫജറിന്റെ വളരെ വേണ്ടപ്പെട്ട മുഹിബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുമായി ബന്ധപ്പെട്ടവർ, കമന്റിലൂടെ ഒരുപാട് സന്തോഷം പറയുന്നവർ, ദുആ ചെയ്യാൻ പറയുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. അല്ലാഹു പ്രഗത്ഭമായ ഈ ജമാദുൽ ആഖിർ മാസത്തിന്റെ എല്ലാ നിഅമത്തും നമുക്ക് ഏറ്റി തരട്ടെ. പ്രത്യേകിച്ച് ചേർന്ന് വരുന്ന വെള്ളിയാഴ്ച രാവ്, ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, അതിൻ്റെ എല്ലാ പോരിശയും നമുക്കൊക്കെ അല്ലാഹു നൽകട്ടെ. അല്ലാഹു നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ ജീവിതം സ്വർഗീയ ആനന്ദത്തിലാക്കി കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ജമാദുൽ ആഖിർ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭമായ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് ഇന്നത്തെ മഗ്‌രിബ് അങ്ങോട്ട് കയറാൻ പോവാണ്. ചില വിഷയങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് പഠിച്ചു മനസ്സിലാക്കി ശ്രദ്ധിച്ച് ഇന്ന് കൈകാര്യം ചെയ്താൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് സ്വായത്തമാക്കാൻ പറ്റും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിനോട് ചേരുന്ന വ്യാഴാഴ്ച അറിയാലോ, എപ്പോഴും ഞാൻ സൂചിപ്പിക്കലുണ്ട്, നമ്മൾ മനസ്സ് വെച്ചാൽ ഒരുപാട് നിഅമത്ത് വ്യാഴാഴ്ചയിൽ തന്നെ കിട്ടും. എന്താ? ഒന്ന്, വ്യാഴാഴ്ച സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ട ഒരു പ്രഗത്ഭമായ ദിവസമാണ്. നമ്മുടെ അമലുകൾ അല്ലാഹുവിന്റെ മുന്നിലേക്ക് മലക്കൾ കൊണ്ടുപോകുന്ന ദിവസമാണ്. അപ്പൊ ഇന്നത്തെ സുന്നത്തായ നോമ്പ്, അതേപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ദുആ, നമ്മുടെ നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ, അതിനൊക്കെ വല്ലാത്ത മൂല്യമാണ്. സാധാരണ ദിവസങ്ങളെ പോലെയല്ല, ഒരു പ്രത്യേക മൂല്യമുണ്ട്. അതുമാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വ്യാഴാഴ്ചയുടെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങൾ, വെള്ളിയാഴ്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ അല്ലാഹു നമുക്ക് തുറന്നു വച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, വെള്ളിയാഴ്ച ദിവസത്തിൽ നഖം മുറിക്കൽ സുന്നത്താണ്. ആ നഖം മുറിക്കുക എന്ന് പറയുന്ന വെള്ളിയാഴ്ചയുടെ സുന്നത്ത് ഇന്ന് വ്യാഴാഴ്ച അസ്ർ കഴിഞ്ഞിട്ട് ചെയ്താൽ, ആര് ചെയ്താലും അവർക്ക് മാരകമായ രോഗങ്ങൾ വരാതെ ആഫിയത്ത്, ശിഫ ഉള്ളിൽ കയറുമെന്നാണ് മഹാന്മാരായ സ്വഹാബത്ത്, മഹത്തുകൾ പറയുന്നത്. ശിഫ ഉള്ളിൽ കയറും, രോഗശമനം ഉള്ളിൽ കയറും, രോഗങ്ങൾ പുറത്തിയാടും. ചെയ്യുന്നത് എന്താ? ഒരു നഖം മുറിക്കലാണ്. ആലോചിച്ച് നോക്കണം, ഒരുപാട് രോഗങ്ങൾ നമ്മൾ ചിന്തിക്കാതെ നഖം മുറിച്ചാൽ ആ രോഗം മാറുമോ? അൽഹംദുലില്ലാഹ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി, അതങ്ങ് മാറിപ്പോയി നമ്മൾ പറയാൻ തുടങ്ങും. ഈ എക്സ്പീരിയൻസ് ഭയങ്കര അത്ഭുതകരമാണ്. ഇതൊക്കെ നമ്മൾ വല്ലാതെ പരിഗണിക്കണം. പ്രത്യേകിച്ച് അടുത്ത വ്യാഴാഴ്ച വരെ ഒരു സൂവും ബാധിക്കൂല. നഖം മുറിക്കാന്ന് പറയുന്ന സുന്നത്താണെന്ന് കരുതി സുന്നത്ത് പരിഗണിച്ചുകൊണ്ട് നഖം മുറിക്കണം. അത് വ്യാഴാഴ്ചയുടെ പ്രധാനപ്പെട്ട ഒരു അമലും കൂടെയായി പരിഗണിക്കണം. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ, ഗുണങ്ങളെല്ലാം ഈ വ്യാഴാഴ്ച പ്രത്യേകിച്ച് ചേർന്ന് വരുന്നത്, മഗ്‌രിബോടെ കയറി വരുന്നത് ജമാദുൽ ആഖിർ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും കൂടെയാണ്. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ടവരെ പരിഗണിക്കേണ്ട എല്ലാ സുന്നത്തുകളും സൂറത്തുൽ ഖൗഫ് പാരായണം, അതേപോലെ തന്നെ സൂറത്ത് യാസീൻ പാരായണം. വെള്ളിയാഴ്ച രാവിൽ ഒരുപാട് മഹത്വങ്ങളുണ്ടാകും സൂറത്ത് യാസീൻ പാരായണം. സുബ്ഹിന്റെ നേരത്താകുമ്പോൾ 2 അത്ഭുതങ്ങൾ കാണാൻ പറ്റും ഇന്ന് നമ്മൾ പറയുന്ന അമലുകൾക്ക്. ഒന്ന്, സൂറത്ത് യാസീൻ പാരായണം. സുബ്ഹി ആകുമ്പോൾ അസ്ബഹ മഗ്ഫൂറൻ ലഹു, ഒരു തെറ്റുമില്ലാത്തവരായി. കോടിക്കണക്കിന് തെറ്റുണ്ടാവും, പക്ഷെ ഇന്നത്തെ രാവിലെ സൂറത്ത് യാസീൻ ഓതിയാൽ നാളെ സുബ്ഹിന്റെ നേരമാകുമ്പോൾ 2 ദിവസം കഴിയണ്ട, സുബ്ഹിന്റെ പ്രഭാത നേരം വെളുക്കുമ്പോൾ തന്നെ എന്തായി? ഒരു പാപവും ഇല്ലാത്തവരായി നമ്മളെ കാണപ്പെടാൻ പറ്റും. അത്ഭുതം അറിയാം നമുക്ക്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത്, സുന്നത്തുകളെല്ലാം പരിഗണിക്കുക, അതോടൊപ്പം സ്വലാത്തിന് വല്ലാത്ത പവറാണ്. സ്വലാത്ത് പ്രത്യേകം നിങ്ങൾ ധാരാളം വേണമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ദിവസമാണ്. എല്ലാ ദിവസവും മലക്കുകൾ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കെങ്കിൽ നേരിട്ട് ഡയറക്റ്റ് ചൊല്ലുന്ന ആളെയും ആ ആളുടെ അവസ്ഥയും സ്വലാത്തും നേരിട്ട് പുണ്യനബിക്ക് കാണിച്ചു കൊടുക്കുന്ന ദിവസം എന്നാണ് വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകലാണ്. ആ ഒരു ബഹുമതി കൂടെ കിട്ടും. സ്വലാത്തുകൾ എമ്പാടുണ്ട്. ഇന്ന് നമ്മൾ പറയുന്ന സ്വലാത്ത്
നമ്മൾ പറയുന്ന സ്വലാത്ത്, നേരത്തെ പറഞ്ഞതുപോലെ സ്വലാത്ത് ഇന്നത്തെ രാത്രി നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അൽഹംദുലില്ലാ പ്രിയപ്പെട്ടവരെ, നേരം വെളുക്കുമ്പോഴേക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് അത്ഭുതം കാണാം. 100% അതിൻ്റെ ഫലങ്ങൾ കാണാൻ പറ്റും. ഇത് ഐശ്വര്യത്തിൻ്റെ സ്വലാത്താണ്. ഇത് എവിടെയും വെളിച്ചമുണ്ടാക്കുന്ന സ്വലാത്താണ്. ഈ സ്വലാത്തിൻ്റെ പേര് തന്നെ ആരിഫീങ്ങൾ മഹാന്മാർ പറയുന്നത് സ്വലാത്ത് നൂരിൽ അൻവാർ എന്നാണ്. പ്രകാശത്തിൻ്റെ പ്രകാശമായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത് വല്ലാത്ത വെളിച്ചാണ്. നൂറുന്നലാ നൂർ എന്ന് പറയില്ലേ, വെളിച്ചത്തിൻ്റെ മേൽ വെളിച്ചം, പ്രകാശത്തിൻ്റെ മേൽ പ്രകാശം, അത് തരുന്ന സ്വലാത്താണ് ഈ സ്വലാത്ത് ഇന്ന് പരിചയപ്പെടുന്നത്. ഈ സ്വലാത്ത് പ്രിയപ്പെട്ടവരെ നൂറുമായി, നൂറ് കൊണ്ട് ബന്ധപ്പെടുന്ന ഏത് സ്വലാത്തും, സ്വലാത്തു നൂരിൽ അൻവാർ, സ്വലാത്ത് ഫാത്തിമ റളിയല്ലാഹു തആലയുടെ സ്വലാത്ത് ഉണ്ടല്ലോ, നമുക്കറിയാലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വഅഹ്ലി, ആ സ്വലാത്ത് അതിലൊക്കെ നൂറ് കൊണ്ടുള്ള പരാമർശമാണ്. നൂറായ നബി തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത്, ഗുണം കൊടുക്കണമെന്ന് പറയുന്ന സ്വലാത്ത്, നൂറ് കൊണ്ട് പരാമർശിക്കുന്ന, ടച്ച് ചെയ്യുന്ന എല്ലാ സ്വലാത്തുകളും 100% നൂറാണ്. നമുക്ക് നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ബോധ്യപ്പെടുന്ന ഏറ്റവും വലിയ പ്രകാശമാണ്. ഈ സ്വലാത്ത് ചൊല്ലുന്നവരുടെ ഖൽബിൽ നൂറുണ്ടാവും, അവരുടെ ജീവിതത്തിൽ നൂറുണ്ടാവും, അവരുടെ ശരീരത്ത്, അവരുടെ ബോഡിയിൽ നൂറുണ്ടാവും. നൂറ് എവിടെ ഉള്ളത്, അവിടെ പിന്നെ ഇരുട്ടുണ്ടാവില്ല, ദുൽമത്തുണ്ടാവില്ല. ഇപ്പം ഈ റൂമിൽ ആകെ ഇരുട്ടാണെന്ന് വിചാരിക്കുക, ഞാൻ ലൈറ്റ് അങ്ങോട്ട് ഓൺ ചെയ്താൽ ഈ റൂമിലെ എന്ത് പോകും? ദുൽമത്ത്, ഇരുട്ടങ്ങോട്ട് പോകും. എന്ത് വന്നു? വെളിച്ചം വന്നു. വെളിച്ചമുള്ളിടത്ത് ഇരുട്ടുണ്ടാവില്ല. അപ്പോൾ വെളിച്ചം കൽബിൽ വെളിച്ചം വരാൻ ഭയങ്കര എഫക്റ്റീവാണ്. നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിൽ, നഫ്സ്, ഫിസിക്കലി നമുക്ക് നൂറുണ്ടാവും. ഫിസിക്കലി ദുൽമത്ത്, ഇരുട്ട് ഏത് ഭാഗത്താണ് വരുന്നത് അവിടെ രോഗം ഉണ്ടാവും. ഇരുട്ടാണ് രോഗം, ദുൽമത്താണ്, പ്രകാശമാണ് ആഫിയത്ത്. അപ്പോൾ ശരീരം മൊത്തം ആഫിയത്ത്, കൽബ് മുഴുവൻ ആഫിയത്ത്, നൂറ്. ചൊല്ലുന്ന ആളുടെ വീട്ടിൽ നൂറുണ്ടാവും, ഈമാനികമായി വെളിച്ചുണ്ടാവും. അൽഹംദുലില്ലാ. അവർ ഓടിക്കുന്ന വാഹനത്തിൽ നൂറുണ്ടാവും, അവർ ഇരിക്കുന്ന സ്ഥാപനത്തിൽ, കച്ചവടത്തിൽ എല്ലാം ബർക്കത്തുണ്ടാവും, നൂറുണ്ടാവും. എവിടെയാണോ ഉള്ളത് അവിടെ എല്ലാം നൂറ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ സ്വലാത്ത് നൂറിൽ അൻവാർ എന്ന് പറയുന്ന മഹാന്മാർ പഠിപ്പിച്ചിരുന്ന സ്വലാത്ത്, നമ്മളൊരു അൻവാർ ഫജറിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ സ്വലാത്തിന്റെ മഹത്വം മനസ്സിലാക്കി പലരും പഠിച്ചവരാണ്, ചൊല്ലിയവരാണ്. അത് ഈ ജമാദുൽ ആഖിർ മാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ച രാവിൽ ചൊല്ലാൻ വേണ്ടി നമ്മളൊന്ന് മനസ്സു കൊടുക്കുക. പിന്നെ എപ്പോഴൊക്കെയോ കഴിയുന്നത് അപ്പോഴൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈ സ്വലാത്ത് ഇന്നൊരു മാസം, ഇന്ന ദിവസം മാത്രമല്ല, എപ്പോഴോ ചൊല്ലാൻ പറ്റുന്ന, അപ്പോഴൊക്കെ ചൊല്ലാൻ പറ്റുന്ന എഫക്റ്റീവായ സ്വലാത്താണ്. അപ്പൊ ഈ സ്വലാത്തിനൊന്ന് മനസ്സു കൊടുക്കുക. ആ സ്വലാത്ത് നമുക്കൊന്ന് പരിചയപ്പെടാം. اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله. വല്ലാത്ത പോരിശ പറയുന്ന സ്വലാത്താണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്ലാത്ത മദ്ഹ് പറയുന്ന സ്വലാത്താണ്. അപദാനങ്ങൾ, പ്രവാചക പ്രകീർത്തനത്തിന്റെ പടപ്പാട്ട് പാടുന്ന സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരിൽ അൻവാർ, പ്രകാശങ്ങളുടെ പ്രകാശമായ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും പ്രകാശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ തിരുവചനം പ്രകാശമാണ്, മുബാറക്കായ ശരീരം പ്രകാശമാണ്. കൂരിരുട്ടിൽ എൻ്റെ കയ്യിൽ നിന്ന് വൈദ്യുതി വീണുപോയ സൂചി, വിളക്കണഞ്ഞുപോയി കാറ്റിൽ എൻ്റെ കയ്യിൽ നിന്ന് വീണുപോയ സൂചി കാണാൻ പറ്റാതെ ഞാൻ തപ്പിത്തടയുമ്പോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് കയറി വന്നു. അവിടത്തെ പ്രശോഭിതമായ മുഖം നോക്കിയാൽ സൂര്യൻ കറങ്ങുന്ന പോലെ ഞങ്ങൾക്ക് തോന്നുമെന്ന് സ്വഹാബത്ത് പറഞ്ഞ ആ പരിശുദ്ധ മുഖത്തിന്റെ വജിഹിന്റെ പ്രകാശം കൊണ്ട് ഞാൻ സൂചി കണ്ടെടുത്തു എന്ന് പണ്ഡിതയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്. അപ്പോ നൂറാണ് പരിശുദ്ധ റസൂൽ, അൻവാറുകളുടെ നൂറാണ്, വെളിച്ചങ്ങളുടെ പ്രകാശങ്ങളുടെ. അതല്ലേ നമ്മൾ അൻവാറെ ഫജർ എന്ന് പറയുന്നത്, പ്രഭാതത്തിന്റെ പ്രകാശം, പ്രഭാത വെളിച്ചം. ഇവിടെ പ്രകാശങ്ങളുടെ പ്രകാശമായ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അല്ലാഹുവേ സ്വലാത്ത് കൊടുക്കണം കേട്ടോ. തങ്ങളുടെ വർണ്ണനകൾ പറയാൻ, നബി തങ്ങളുടെ മഹത്വങ്ങൾ പറയാൻ, എല്ലാ രഹസ്യങ്ങളുടെയും രഹസ്യമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേണ്ടാത്ത മറ്റു ചിന്തകൾ, ദുനിയവിയായ ചിന്തകൾ, പൈശാചികമായ ചിന്തകൾ, എല്ലാവിധ ദുർചിന്തകളുടെയും പ്രയാസങ്ങളെയും നീക്കിക്കളയുന്ന വലിയ മരുന്നാണ്. കൽബിൽ മോശപ്പെട്ട ചിന്തകൾ വരിക, അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റിക്കളയുക.
അതാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത വലിയ മഹത്വമുള്ള പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും പരിശുദ്ധരായ അവിടുത്തെ അവിടുത്തെ കുടുംബം, അവിടുത്തെ സ്വഹാബത്ത്, ഏറ്റവും ഖൈറായ ഉത്തമരായ സ്വഹാബത്ത്, അവർക്കെല്ലാം അല്ലാഹു നീ സ്വലാത്ത് കൊടുക്കണമെന്ന് പറയുന്ന ആദദ നിഅമില്ലാഹി അഫ്ളാലി, അല്ലാഹുവിൻ്റെ നിഅമത്തിൻ്റെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ എണ്ണം അത് എത്രയാ? അത് അല്ലാഹു അലം. കൊടാന കൂട്ടിക്കണക്കിന് ആ എണ്ണം സ്വലാത്ത് ഇവിടെ കൊടുക്കണം. അള്ളാഹുവിൻ്റെ ഫളലിൻ്റെ ഔദാര്യത്തിൻ്റെ ആ എണ്ണത്തിനനുസരിച്ച് സ്വലാത്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് കൊടുക്കണം എന്നാണ്. ആരുടെ പേരിൽ? നൂറുൽ അൻവാറായ പ്രകാശങ്ങളുടെ പ്രകാശമായ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. അല്ലാത്ത പുരുഷുള്ള സ്വലാത്താണ് ഈ സ്വലാത്ത് മഹാനായ വഫാത്തായി പോയ ബഖിയാത്തു സ്വാലിഹാത്തിൽ ഉമ്മുൽ മദാരിസ് എന്ന് പറയുന്ന ആയിരക്കണക്കിന് ബാക്കവി ഉലമാക്കളെ വാർത്തെടുത്ത ആ മനോഹരമായ ബാഖിയാത്തു സ്വാലിഹാത്ത്, തമിഴ്നാട്ടിലെ വെല്ലൂര് തലയുയർത്തി നിൽക്കുന്ന മനോഹരമായ കോളേജിന്റെ വലിയ ഖാദിമായിട്ട് പ്രവർത്തിച്ച 6-7 വർഷത്തോളം അവിടുത്തെ പ്രിൻസിപ്പളായി നാളിറായി ഖിദ്മത്തെടുത്ത സേവനം ചെയ്ത അവിടുത്തെ വലിയ ഉസ്താദായിരുന്ന PSB ഹസരത്ത് നവറല്ലാഹു മർക്കദ, അള്ളാഹു ഇവിടുത്തെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, വെളിച്ചമാക്കി കൊടുക്കട്ടെ, ദറജ അള്ളാഹു കൂട്ടി കൊടുക്കട്ടെ. സരളമായി സംസാരിക്കുന്ന PSB ഹസരത്തിന്റെ ചാരത്ത് പോയിട്ട് ഒരു കുറഞ്ഞ ദിവസങ്ങളാണെങ്കിൽ പോലും കിതാബുൽ യഹ്യാ, ഇമാം ഗസാലി തങ്ങളുടെ യഹ്യാ ഉലൂമുദ്ദീൻ ഒരല്പമെങ്കിലും അവിടുത്തെ തേനൂറുന്ന വിജ്ഞാനം നുകരുന്ന നാവിലൂടെ അൽഹംദുലില്ലാ കേൾക്കാനും ക്ലാസ്സിൽ പങ്കെടുക്കാനും കഴിഞ്ഞു. വലിയ തൗഫീഖാണ്. മഹാനവറുകളാണ് റുഖിയ്യത്തിൻ്റെ മന്ത്രിക്കാനുള്ള ഇജാസത്ത് തരണമെന്ന് പറഞ്ഞ് ഒരുപാട് ചോദിച്ചപ്പോൾ അൽഹംദുലില്ലാ അദ്ദേഹം അതിൻ്റെ സനദ് ഉൾപ്പെടെയുള്ള ഇജാസത്ത് തന്നത്, മന്ത്രിക്കാനുള്ള ഇജാസത്ത്. ആ ഇജാസത്തിൽ ചൊല്ലാൻ വേണ്ടി 3 വട്ടം ചൊല്ലാൻ വേണ്ടി പറഞ്ഞ സൂറത്തുകളുടെയും ദുആകളുടെ ദിക്റുകളെയും കൂട്ടത്തിൽ ലാസ്റ്റ് ചേർത്തിട്ടുള്ളത് ഈ സ്വലാത്താണ്, സ്വലാത്തു നൂറുൽ അൻവാർ. ഇത് 3 വട്ടത്തോടെ ചൊല്ലിയിട്ട് വേണം അത് ആ മന്ത്രിക്കൽ പൂർത്തീകരിക്കാനെന്നും ആ ഇജാസത്തിൽ മഹാനവറുകൾ തന്നതിനും ഈ സ്വലാത്ത് കാണാം. അപ്പോൾ ഈ സ്വലാത്ത് വലിയ ശിഫാഉമാണ്. ഇപ്പോൾ രോഗം ബാധിക്കുമ്പോൾ നമ്മൾ സാധാരണ ഫാത്തിഹ ഓതും, ഒരു 7 ഫാത്തിഹ ഓതി, അതേപോലെ തന്നെ ഒരു 7 വട്ടം സൂറത്തു ശറഹ്, അലം നശ്റഹ് ലക സദ്റക 7 വട്ടം ഓതുക. എന്നിട്ട് നമ്മൾ ഈ സ്വലാത്ത് ഒരു 3 വട്ടം ചൊല്ലുക. എന്നിട്ട് നമ്മുടെ ശരീരത്തോ വെള്ളത്തിലോ ഓതി മന്ത്രിച്ച് നമുക്ക് കുടിക്കാം, മറ്റുള്ളവർക്ക് മക്കൾക്കൊക്കെ ഓതി കൊടുക്കാം. ഈ സ്വലാത്ത് വലിയ ശിഫ ഉണ്ടാവും. ഈ സ്വലാത്ത് നൂറാണല്ലോ, നൂറ് കൊണ്ടുള്ള സ്വലാത്താണല്ലോ. അപ്പോൾ ഇത് ഊതി മന്ത്രിച്ചാൽ ആ ശരീരത്തിന് നൂറുണ്ടാവും, ദുൽമത്താകുന്ന രോഗം ഇറങ്ങിപ്പോവും. വലിയ പവറുള്ള സ്വലാത്താണ് ഈ സ്വലാത്ത്, വലിയ മഹത്വമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അൽഹംദുലില്ലാ ഇന്നത്തെ ഈ രാവിൽ, പ്രത്യേകിച്ച് ഈ ജമാദുൽ ആഖിർ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച രാവിൽ നമ്മൾ മനോഹരമായി എത്ര ചൊല്ലാൻ പറ്റുന്ന എണ്ണം പറയുന്നില്ല, അത്ര ചൊല്ലണം. വെള്ളിയാഴ്ച പകലിൽ ചൊല്ലേണ്ട സ്വലാത്തിൻ്റെ മിനിമം എണ്ണം എത്രയാണ്? 300ആണ്. നമുക്ക് ഏത് സ്വലാത്തും ചൊല്ലാം. ഈ സ്വലാത്ത് ബറക്കത്തിന് വേണ്ടി ഒരു 100 സ്വലാത്തെങ്കിലും അൽഹംദുലില്ലാ ഇന്ന് നിങ്ങൾ ചൊല്ലിയാൽ, അൽഹംദുലില്ലാ പടച്ചവനെ എത്ര നിഅമത്താകും അല്ലാഹു എനിക്ക് തരുന്നത്, ചൊല്ലുന്ന നിങ്ങൾക്ക് തരുന്നത്. അത് മനസ്സുവെക്കണം, അത് ഓർമ്മ വേണം. നിങ്ങളിത് ഏറ്റെടുക്കുമ്പോഴേ എൻ്റെ പ്രിയപ്പെട്ടവരെ വിജയമുള്ളൂ, ആഖിറത്തിൽ വിജയമുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ സ്ക്രീനിൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാന്നേ ഉള്ളൂ, ആഖിറത്തിൽ ഒരു മാർക്കും കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അത് വലിയ റാഹത്തോടുകൂടെ നിങ്ങൾ ഏറ്റെടുക്കുന്നു എന്നറിഞ്ഞത് കൊണ്ടാണ് ഓരോ ദിവസവും എനർജറ്റിക്കായി നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത്. തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം, അതിൻ്റെ ഏറ്റവും വലിയ എനർജി അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിലനിർത്താൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈ സ്വലാത്ത് ഇന്നത്തെ രാവിൽ പ്രത്യേകിച്ച് പരിഗണിച്ചു കൊടുക്കുക. കഴിയുന്നിടത്തോളം ഒരു ദിവസം 1 വട്ടം അല്ലെങ്കിൽ 3 വട്ടെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഊതി കൊടുക്കുക. ഈ സ്വലാത്തിൽ 3 വട്ടം ചൊല്ലാം, ഡെയിലി ചൊല്ലാം. അത് പീരീഡിൻ്റെ സമയത്ത് സഹോദരിമാർക്ക് ചൊല്ലാലോ. ഡെയിലി ചൊല്ലിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ നെഞ്ചിലേക്ക് ഒന്ന് ഊതി കൊടുക്കുക. അപ്പം നെഞ്ചിൽ ഊതാ ഈ സ്വലാത്തിൽ 3 വട്ടം ചൊല്ലിയിട്ട് രോഗങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റും. നൂറുണ്ടാവും, ഉറപ്പായിട്ട് നൂറുണ്ടാവും. ആ ഒരു ബറക്കത്ത് ഓരോ മഹാന്മാർ പറയുന്നുണ്ട്. ഈ പരിശുദ്ധമായ സ്വലാത്ത് ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഈ നേരത്തെ സുന്നത്താണെന്ന് കൂടെ പറയുന്നുണ്ട് മഹാന്മാർ. എപ്പോഴാണ്? ഖബർ സുബഹിന് മുമ്പ്. അത് അത്താഴത്തിൻ്റെ നേരം, തഹജ്ജുദിന് എണീക്കുന്ന നേരം. അപ്പോൾ തഹജ്ജുദൊന്നും എണീക്കുന്നില്ല, തഹജ്ജുദിൻ്റെ നേരം നിസ്കരിക്കാൻ വേണ്ടി പീരീഡിൻ്റെ സമയമാണ്, ഉമ്മമാർക്ക് നിസ്കാരമില്ല എങ്കിൽ പോലും സുബഹിൻ്റെ മുമ്പ് എഴുന്നേൽക്കുക. അൽഹംദുലില്ലാ ഇന്നത്തെ രാവിലെ തന്നെ സുബഹിൻ്റെ മുമ്പ് തഹജ്ജുദിൻ്റെ നേരത്തെ എഴുന്നേൽക്കുക. നിസ്കരിക്കാൻ പറ്റൂലാത്ത സമയമാണെങ്കിൽ, പറ്റുന്നവരാണെങ്കിൽ അൽഹംദുലില്ലാ റാഹത്തായിട്ട് ഈ സ്വലാത്ത് ഒരു 3 വട്ടം ചൊല്ലിയിട്ടൊന്ന് ദുആ നോക്കി. നേരം വെളുക്കുന്ന പുലരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ എക്സ്പീരിയൻസ് കാണാം എന്ന് പോലും ഒരുപാട് പേര് മുജറബായി പറഞ്ഞിട്ടുള്ള സ്വലാത്താണ്. അതുകൊണ്ട് ഈ മഹത്വം നഷ്ടപ്പെടുത്തരുത്, ഓർമ്മ വേണം. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ, വിജയത്തിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله ألا يا داخل الجنة تبشرنا بما فيها ألا يا داخل الجنة تبشرنا بما فيها وفيها ريح